നമസ്കാരം. പേർഷ്യയിൽ ജോലി കിട്ടിയാൽ കുടുംബം രക്ഷപ്പെടും എന്നു കരുതി എന്ത് സാഹസവും ചെയ്തിരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പേർഷ്യയിൽ പോയി വൃക്കയും കരളും മുറിച്ചു കൊടുത്ത് ജീവിതം രക്ഷിക്കാം എന്ന് കരുതുന്നവർ ഉണ്ടാകുന്നത് ഇക്കാലത്താണ്. 40 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്ത് ഇറാനിൽ എത്തിച്ചവർക്ക് കിട്ടിയത് 6 ലക്ഷം രൂപ. അതിക്രൂരവും നിഷ്ഠൂരവുമായ ഈ വഞ്ചനയ്ക്ക് മുഖ്യ കണ്ണികളായത് മലയാളികളും. ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും മാത്രമല്ല, കേരളത്തിലെയും പാവപ്പെട്ടവർ അവർക്ക് ഇരകളായി. ഗതികെട്ടവരുടെ ശരീരം കീറി മുറിക്കുമ്പോൾ എവിടെയായിരുന്നു നമ്മുടെ അന്വേഷണ സംഘങ്ങളും ഏജൻസികളും? സ്പോട്ട്ലൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാട്ടിൽ അന്വേഷണ ഏജൻസികളെക്കാൾ സജീവമായി അവയവ ഏജന്റുമാർ പ്രവർത്തിക്കുന്നതിന്റെ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളികളെ ഇറാനിൽ എത്തിച്ച് അവയവ കച്ചവടം നടത്തിയ സംഭവത്തിൽ ഒരു കാര്യം വ്യക്തമായി: അവയവങ്ങൾ വാങ്ങിയത് വിദേശികളല്ല, മുഴുവൻ ഇന്ത്യക്കാർ തന്നെയാണ്. ബോളിവുഡിലെയും വ്യവസായ ലോകത്തെയും വമ്പന്മാർ വരെയുണ്ട് സ്വീകർത്താക്കളായി. കണ്ടെത്തിയ സംഭവത്തിൽ മാത്രം അവയവം വാങ്ങിയവരിൽ നിന്ന് 12 കോടി രൂപയാണ് ഇടനിലക്കാർ വാങ്ങിയത്. വൃക്കയും കരളുമൊക്കെ പകുത്തു നൽകിയവർക്ക് വിതരണം ചെയ്തതാകട്ടെ 1 കോടി രൂപ മാത്രവും. ജീവനുള്ള മനുഷ്യരുടെ അവയവങ്ങൾ കൊയ്തെടുത്ത് 11 കോടി രൂപയാണ് ഇടനിലക്കാർ സമ്പാദിച്ചത്. ആ പണം മുഴുവൻ ചെന്നെത്തിയത് മധു ജയകുമാർ എന്ന മലയാളിയുടെ അക്കൗണ്ടിൽ. മധുവിന്റെ കൊച്ചിയിലുള്ള സ്ഥാപനത്തിലും എത്തി ഒരു വിഹിതം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പിടിയിലായ തൃശൂർ സ്വദേശി സാബിത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് രാജ്യമെങ്ങും വ്യാപിച്ചത്. 30 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെ പ്രതിഫലം പറഞ്ഞുറപ്പിച്ച് ഇറാനിലേക്ക് കൊണ്ടുപോകുന്നതാണ് രീതി. ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇടപാടുകൾ. നേതൃത്വം നൽകിയത് ആന്ധ്ര സ്വദേശി ബെല്ലം കൊണ്ട രാമപ്രസാദ് എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. എന്നാൽ പണം എത്തിയത് കൊച്ചി സ്വദേശി മധു ജയകുമാറിന്റെ അക്കൗണ്ടിലേക്കാണ്. മധു ഇപ്പോഴും ഇറാനിൽ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇറാനിൽ അവയവ വിൽപ്പന നിയമപരമാണ്. വർഷം തോറും 1400 ഇറാനികൾ വൃക്ക വിൽക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾ മുഖേനയാണ് ദാതാക്കളെ കണ്ടെത്തുന്നത്. സ്വീകരിക്കുന്നവരും സർക്കാരും ദാതാക്കൾക്ക് പണം നൽകും. എന്നാൽ ഇന്ത്യയിൽ 2011 ഹ്യൂമൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ടിലെ ഭേദഗതി അനുസരിച്ച് അവയവങ്ങളുടെ വിൽപ്പനയും വാങ്ങലും ശിക്ഷാർഹമാണ്. ലംഘിച്ചാൽ 10 വർഷം വരെ തടവും 20 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. അതുകൊണ്ടാണ് ഇറാൻ കച്ചവട കേന്ദ്രമായി മാറിയത്. ഇന്ത്യയിൽ ഓരോ വർഷവും 2 ലക്ഷം ആളുകൾക്ക് അവയവങ്ങൾ ആവശ്യമുണ്ടെങ്കിലും 15,000 പേർക്ക് മാത്രമേ ചികിത്സ നടത്താൻ കഴിയാറുള്ളൂ. നിയമപരമായി അവയവം ലഭിക്കാനുള്ള കടമ്പകൾ കഠിനമായതിനാലാണ് പണമുള്ളവർ ഇറാൻ തെരഞ്ഞെടുക്കുന്നത്. അവയവം വിറ്റ പാലക്കാട് സ്വദേശിയായ ഷമീർ നൽകിയ പരാതിയാണ് കേസിൽ വഴിത്തിരിവായത്. 13 പേരുടെ അറസ്റ്റിലേക്ക് നയിച്ചതും ഈ പരാതിയാണ്. പക്ഷേ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇറാനിൽ എത്തിച്ചവരെ പ്രവേശിപ്പിച്ചത് 2 സ്വകാര്യ ആശുപത്രികളിലായാണ്. അവയവം എടുത്ത ശേഷം 3 ദിവസം ആശുപത്രിയിൽ പരിചരണം, 20 ദിവസം ഒരു ഫ്ളാറ്റിൽ താമസം. തിരികെ നാട്ടിലേക്ക് വിമാനം കയറുന്നതോടെ ഇടനിലക്കാരുമായുള്ള ബന്ധം നഷ്ടമാകും. നാട്ടിലെത്തിയാൽ കൈമാറുമെന്ന് വാഗ്ദാനം ചെയ്ത പണം പിന്നെ ഒരിക്കലും ആർക്കും കിട്ടില്ല. മലയാളികളായ സാബിത്തും മധു ജയകുമാറും മുഖ്യ കണ്ണികളായ അവയവ കടത്ത് സംഘം ഒരു മലയാളിയെ മാത്രം വഞ്ചിച്ച കഥയാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. വേറെയും നിരവധി പേർ പരാതിപ്പെടാതെ കഴിയുന്നുണ്ടാകും. ഇറാനിലേക്ക് പോയി മടങ്ങി വരാത്തവർ ഉണ്ടോ എന്ന ചോദ്യത്തിനും ഉത്തരം തേടുകയാണ് പോലീസ്. നാടിനെ ബാധിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പല അവയവ ദാനങ്ങൾക്കും പിന്നിൽ. കഴുത്തറുപ്പൻ പലിശയ്ക്ക് കടമെടുക്കേണ്ടി വന്നവർ അവസാന അത്താണി എന്ന നിലയിൽ ചെയ്യുന്നതാണ് അവയവ കച്ചവടങ്ങളിൽ ഏറെയും. തൃശൂരിലെ മുല്ലശ്ശേരി പഞ്ചായത്തിലെ അനുഭവവും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ 7 സ്ത്രീകളാണ് ഇവിടെ വഞ്ചിക്കപ്പെട്ടത്. വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയുമൊക്കെ നാട്ടിലെ ഓരോ പൗരനും നേരിടുന്ന പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്ന കാലമൊക്കെ പോയി. വാർഡ് സമിതികൾ ഫലപ്രദമായാൽ മാത്രമേ സാധാരണക്കാർ വഞ്ചിക്കപ്പെടുന്നതിന് തടയിടാൻ കഴിയൂ.
ശരീരം മുറിച്ചു വിറ്റ് ജീവിക്കേണ്ടി വരുന്ന ഗതികെട്ടവരുടെ നാടായി കേരളം മാറരുത്. എന്നാൽ നിയമപരമായി അവയവം നൽകാൻ സാഹചര്യം ഉണ്ടാവുകയും വേണം. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.